ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ A4 എന്ന് പറയുന്ന ടോൾ റോഡിലാണ്. നമുക്കപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രാമത്തിൽ കയറിയിട്ട് അവിടെ നിന്ന് മെറ്റൽസിൻ്റെ കുറച്ച് കോമ്പൗണ്ട്സ് ലോഡ് കയറ്റാനുണ്ട്. In 3 kilometers, take exit 20 towards Soissons, Château Thierry. നമ്മളപ്പോൾ ഇന്നലെ ഫ്രാൻസിൽ ഒരു സ്ഥലത്ത് ലോഡ് ഇറക്കിയിട്ട് അവിടെ നിന്ന് ലോഡ് ഒരു സ്ഥലത്ത് നിന്ന് കയറ്റി, രണ്ടാമത്തെ സ്ഥലത്ത് നിന്ന് കയറ്റി, ഇപ്പം മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ പോകുന്ന സ്ഥലത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 വർഷം മുമ്പ്. കാരണം അതൊരു ചെറിയൊരു ഗ്രാമമാണ്. കുറേ കോംപ്ലിക്കേഷൻസ് അന്നുണ്ടായിരുന്നു അകത്തേക്ക് കയറാനായിട്ട്. ഈ പ്രാവശ്യം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, ഓർമ്മയില്ല, റൂട്ടുകളൊന്നും ഓർമ്മയില്ല. എങ്കിലും ലോഡ് കയറ്റിയേ പറ്റൂ. ഇന്ന് കാലത്ത് നമ്മൾ ഇന്നലെ വൈകിട്ട് 4:20 രണ്ടാമത്തെ സ്ഥലത്ത് ലോഡ് കയറ്റാൻ വന്നപ്പോൾ അവർ പറഞ്ഞു ഇന്നേ കയറ്റുള്ളൂ എന്ന്, ഇന്നത്തേക്ക് മാറ്റി വെച്ചു. അപ്പം ഇന്ന് കാലത്ത് 8 മണിക്ക് അവിടെ ചെന്ന് കുറേ നൂലാമാലകൾ ഇതൊക്കെ കഴിഞ്ഞ് 8 പലറ്റാണ് കയറ്റി അവിടെ നിന്ന്. അതിനുശേഷം ഇവർ വേറെ എവിടേക്ക് അടിച്ച് തന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ അവിടുത്തെ അഡ്രസ്സ് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതല്ല വേറെ സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി അവിടെ നിർത്തും, അറേഞ്ച് ചെയ്തിട്ട് പിന്നെ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതേ പോലീസുകാർ പോകണം. In 600 meters, take exit 20 towards Soissons, Château Thierry. ഇവരിപ്പോൾ ഈ പോണത് ചെക്കിങ്ങിനാ. നമുക്കപ്പോൾ ഇവിടെ നിന്നും 10 കിലോമീറ്ററാണ് അകത്തേക്ക്. Take exit 20. Soissons. Continue for 1 kilometer. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ റൂട്ട് ഇതാണോന്നൊന്നും എനിക്കറിയില്ല സത്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് കയറാൻ 2-3 വഴികളുണ്ട്. അപ്പം നമ്മൾ പാരീസിലാണ് ലോഡ് ഇറങ്ങി കയറുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറെ റൂട്ട്, അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷനുള്ള ഗ്രാമമാണത്. Sal de la rotonda por la cuarta salida. In 400 meters, at the roundabout, take the second exit onto D1. Sal de la rotonda por la cuarta salida por la D1. ഇവിടെ നിന്നും കറങ്ങി തിരിഞ്ഞ് വേണം ഈ പറഞ്ഞ സ്ഥലത്ത് പോകാനായിട്ട്. Exit the roundabout onto D1. D1. Sal de la rotonda por la tercera Continue on salida. D1 for 1.5 kilometers.
ഇവിടുന്ന് 1-2 റൂട്ടുകൾ പറയാനുണ്ട്. എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. In 600 meters, at the roundabout, take the second exit onto Avenue de Soissons, D10. Salve la rotonda por la tercera salida por la D1. അതാണ് കാര്യം. ഒന്ന് വന്നിട്ട് ഗ്രാമത്തിൻ്റെ അകത്തേക്ക്, രണ്ടാമത് വന്നിട്ട് സ്വല്പം ഒന്ന് കറങ്ങണം. അവിടെ ചെന്ന് കഴിഞ്ഞാലേ അവിടെ അറിയാൻ പറ്റുള്ളൂ 3.5 ടൺ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇല്ല എഴുതി വെച്ചു. ഇത് ഗ്രാമമാണ്, നമുക്ക് ഇവരെ കറങ്ങി പോണതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. Exit the roundabout onto Avenue de Soissons. Continue on D1 for 2 kilometers. ഏകദേശം അതിലേ പോയി കഴിഞ്ഞാലും ഇതിലേ പോയാലും ഈ പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്താം. ഇവിടെ ഒന്ന് D1 എടുക്കാനാണ് പറയണത്. Salve la rotonda por la segunda salida. നമ്മളിനി തിരിച്ചു വരാൻ നേരത്തെ ഈ റൂട്ടായിരിക്കില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്കിവിടെ നിന്ന് നേരെ പാരീസ് കയറി അതുവഴി നേരെ താഴ്ത്തേക്ക്. ട്രക്കുകൾ അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഇതില്. ഇതാണ് ആ കമ്പനി. നമുക്കിനി നേരെ ഗ്രാമത്തിലേക്ക്. In 400 meters, at the roundabout, take the second exit and stay on D1 heading to Troyes. Salve la rotonda por la segunda salida por la D1. ഇവിടെ നിന്നും D1 വീണ്ടും Continue on D1 for 2 kilometers. വലിയ കോംപ്ലിക്കേഷൻസ് ഈ പ്രാവശ്യം കാണാനില്ല. ഈ പുള്ളിനെ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് പോവാം. ഈ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയണത് ഈ കാണുന്നതാ. ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് ഈ പറഞ്ഞ നമുക്ക് ലോഡ് കയറ്റുന്ന സ്ഥലം. Salve la rotonda por la segunda salida.
ഈ പിള്ളേരൊക്കെ കൂടെ നടക്കാൻ പോണോക്ക്. ഇവിടെ നിന്നും യെസ്, വലിയ കുഴപ്പമില്ല. ഇനി ഇവിടുന്ന് 2.9 കിലോമീറ്ററാണ്. 2.5-3 കിലോമീറ്റർ അടുത്ത്. യെസ്, ഓ In 300 meters, at the roundabout, continue Sal de la straight onto rotonda por la segunda salida D103. por la de 1003. നമുക്കും പോണ്ടത് D1003. Sal de la rotonda por la primera salida. ഇവിടെ നിന്ന് 750 കഴിയുമ്പോൾ നമ്മൾ അടുത്ത റൂട്ടിലേക്ക് കയറും. In 600 meters, at the roundabout, take the first exit onto Avenue du Général de Gaulle, D969. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇല്ല, എഴുതിയിട്ടില്ല. അതേ എഴുതിയാണ്. Sal de la rotonda por la Eso primera es. salida por Avenue General de Gaulle. നമുക്ക് അതിലേ വേണം പോകാനായിട്ട്. ഈ വണ്ടികളെല്ലാം മിക്കവാറും നേരെ അങ്ങോട്ടും നമുക്ക് വലത്തോട്ടും പോകണം. കാരണം നമ്മളിപ്പോൾ കയറ്റാൻ പോകുന്ന കമ്പനിയുടെ ലോഡ് കയറ്റാനുള്ളൊരു വഴി അത് ഊട് വഴിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് മെയിൻ റോഡിൽ നിർത്തിയിട്ടാണ് പോയത്. മെയിൻ റോഡല്ല, റോഡിൽ നിർത്തിയിട്ടാണ് നമ്മൾ പോയത്. റോഡിൽ നിർത്തി പോയി കഴിഞ്ഞപ്പോൾ വണ്ടികളൊക്കെ ബ്ലോക്കായി. Continue on D969 for 800 meters. Gira a la derecha en Rue de l'Avenue. അങ്ങനെ ഒരു ശോകമൂകമായ ഇതന്നെ വഴിയായിരുന്നു അത്. വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും ഇല്ല. En 600 metros, gira a la derecha en Rue de l'Avenue. Después gira a la derecha por la segunda calle. In 300 meters, turn right onto Place Saint-Ferréol. അതൊക്കെയാണ് കുഴപ്പം.
ഇതൊക്കെ തന്നെയായിരുന്നു. Gira a la derecha Turn de la right Belle, onto Place después Saint gira a la Ferrol, derecha por la then turn segunda left calle. onto Rue de la Verrerie. Gira a la derecha en Rillac Fourrier. Turn left onto Rue de la Verrerie, then slight right to stay on Rue de la Verrerie. ഇങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ തരുന്നത് എനിക്ക് Slight ഓർമ്മയില്ല. right to കാരണം stay on Rue de la Verrerie, then turn right onto Rue Jacques Fourier. വലിയ ഓർമ്മയില്ല എനിക്ക്. ഇത് വൺ സൈഡ് വഴിയാണോ എന്ന് സംശയമുണ്ട്. അതിലെ ട്രക്കുകൾ കയറാൻ പാടില്ല. En 500 metros, Turn right onto liberas Rue el Jacques camino Fourier. ഇതാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ സ്ഥലം. El destino queda a la In derecha. 500 meters, you will arrive at your destination. ഇതാണ് ഇവിടെ തന്നെ കുഴപ്പം. രണ്ട് ട്രക്കുകളൊക്കെ ഇതിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. എവിടെയും പോകാം. ഇത് മെറ്റലിൻ്റെ കമ്പനിയാണ്. ഇവിടെ ഭയങ്കര സ്മെല്ല അന്നായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ വണ്ടി നമ്മൾ വിട്ടാക്കട്ടെ. ട്രക്ക് കയറേണ്ടത് ഈ വഴിക്ക്. Has llegado al destino. You have 48 arrived. Rillac Fourrier. El destino se encuentra a la derecha. റിസപ്ഷൻ ഈ കാണുന്ന എൻ്റെ അമ്മ. എന്നിട്ട് ഇതാണ് ഈ പറഞ്ഞ സ്ഥലം. ഇവിടെ വണ്ടിക്ക് ഇടിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു പാടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇതാണ് ഈ പറഞ്ഞ സ്ഥലം. അപ്പോൾ കൂട്ടുകാരെ നമുക്കപ്പോൾ ഇവിടെ നല്ല തട്ട് കിട്ടിയിട്ടുണ്ടല്ലോ വണ്ടി. നോക്കട്ടെ. കുഴപ്പമില്ല. ഇതാണ് ഇപ്പോൾ സ്ഥലം. എന്തായിരുന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ എത്തി. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.